പാമ്പുകളുടെ ശല്യങ്ങൾ വളരെ അധികമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യേണ്ടത്, പിന്നെ മറ്റുള്ളവരാരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരെന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒരാൾക്ക് പാമ്പ് കടിയേറ്റു, വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തിൽ നിന്നോ, വീട്ടിൽ നിന്നാണെങ്കിൽ പുറത്തിൽ നിന്നാണെങ്കിൽ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കടിയേറ്റ അവനോട് ഭയപ്പെടാതെ ഇരിക്കാൻ വേണ്ടി പറയുക, ആശ്വസിപ്പിക്കുക. എന്നിട്ട് പിന്നെ മുറിയുള്ള സ്ഥലത്ത് നല്ലോണം വെള്ളം കൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്യുക. അനക്കാതിരിക്കാൻ നോക്കുക. ഏത് കടിഭാഗത്ത് ഏറ്റുണ്ട് ആ ഭാഗം അനക്കാതിരിക്കാൻ നോക്കുക. ഇമ്മൊബിലൈസ് എന്ന് പറയും. അതൊന്നല്ലെങ്കിൽ കാൽമലൊക്കെ ആണെങ്കിൽ അതിൽ ഒരു ടോർണിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അനക്കാതിരിക്കാൻ നോക്കുക, ഇമ്മൊബിലൈസ് ആയി നോക്കുക. എന്നിട്ട് പിന്നെ നടത്തിക്കൊണ്ട് പോകരുത്, എടുത്തിട്ട് കൊണ്ടുപോയി വണ്ടിയിൽ വെക്കണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഒരാൾ ഫോൺ വിളിച്ച് അടുത്തുള്ള ASV, അതായത് ആൻറ്റി സ്നേക്ക് വെനം ഉള്ള ഹോസ്പിറ്റൽ എവിടെയാണെന്നുള്ളത് നോക്കുക. ചെറിയുള്ള ക്ലിനിക്കുകളൊന്നും കൊണ്ടുപോകരുത് പരിഭ്രാന്തിയായിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ASV സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സമയം വേസ്റ്റ് ആകുന്നതാണ്. ഈ ടൈം വേസ്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ നോക്കേണ്ടത് പെട്ടെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ശ്രദ്ധിക്കേണ്ടത് 1, ഭയപ്പെടേണ്ടതില്ല. 2, ആശ്വസിപ്പിക്കുക. 3, ഇമ്മൊബിലൈസ് ചെയ്യുക, നടത്തിക്കൊണ്ട് പോകാതിരിക്കുക നോക്കുക. കടിച്ച ഭാഗം അനങ്ങാതെ ഇരിക്കുക, അങ്ങനെ വയ്ക്കുക. 4, രോഗിനെ എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് പിന്നെ ASV ഉള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഇതാണ് കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോൻ്റെ ക്യാപ്ഷനിൽ മലപ്പുറം ജില്ലയിലുള്ള ആൻറ്റി സ്നേക്ക് വെനം ഉള്ള ഹോസ്പിറ്റൽ ലിസ്റ്റ് താഴെ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.